നമസ്കാരം. നിർണയത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നിർണയം ചർച്ച ചെയ്യുന്നതാണ് സ്വവർഗരതി സംബന്ധിച്ച സ്വവർഗരതിക്കെതിരായ 377 വകുപ്പ് റിപ്പീൽ ചെയ്യുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിനെ സംബന്ധിച്ച് ഇന്ന് CBSI കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ശക്തമായ പ്രതിഷേധമുയരുന്നു. അതോടൊപ്പം വിവിധ ഇസ്ലാമിക സംഘടനകളിൽ നിന്നും ഹൈന്ദവ സംഘടനകളിൽ നിന്നും അതിനെതിരെ പ്രതിഷേധമുയരുമ്പോൾ തന്നെ വിവിധ ഗേ ഓർഗനൈസേഷനിൽ നിന്ന് അതിന് വളരെ അനുകൂലമായിട്ടുള്ള നിലപാടുണ്ടാകുന്നു. നിർണയം ചർച്ച ചെയ്യുന്നത് അതുതന്നെയാണ്. ഈ നിയമം അല്ലെങ്കിൽ 377 വകുപ്പ് റിപ്പീൽ ചെയ്യുന്നത് എന്തെങ്കിലും അജണ്ടയുടെ പുറത്താണോ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം? വ്യക്തമായ ഒരു തീരുമാനം വരുന്നില്ല. ഒരു സമവായം ഉണ്ടാക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ എന്തെങ്കിലും തിടുക്കമുണ്ടോ എന്ന് നിർണയം ചർച്ച ചെയ്യുന്നു. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നു ഫാദർ പോൾ തേലക്കാട്, അതോടൊപ്പം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് രഞ്ജൻ റോയ് മാത്യു എന്നിവരും ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നു. ആദ്യം ഫാദർ പോൾ തേലക്കാടിലേക്ക്. ഫാദർ പോൾ തേലക്കാട്, എങ്ങനെ പ്രതികരിക്കാം? കേന്ദ്ര സർക്കാർ 377 വകുപ്പ് റിപ്പീൽ ചെയ്യുമെന്ന് പറയുന്നു, അതേസമയം സമവായത്തിലൂടെ മാത്രമേ ചെയ്യൂ എന്നും പറയുന്നു. CBSIയുടെ അതിശക്തമായൊരു പ്രൊട്ടസ്റ്റ് ഇന്നുണ്ടായിരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ സ്വവർഗരതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകണം. ഒന്നാമത്തെ കാര്യം, ഒരു കുറ്റകരമായി പരിഗണിച്ചിരുന്ന ഒരു കാര്യം കുറ്റകരമല്ല എന്ന് പറയുന്നതോടുകൂടി അത് ധാർമ്മികമാണെന്ന് വരുന്നില്ല. ഉദാഹരണത്തിന് വ്യഭിചാരം കുറ്റകരമല്ല എന്ന് വരുന്നതുകൊണ്ട് അത് തെറ്റല്ല, അത് അധാർമികമല്ല എന്ന് വരുന്നില്ല. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഗർഭചിത്രം, ഒരു നിശ്ചിത പ്രായത്തിനുള്ളിൽ ഗർഭചിത്രം നടത്തുന്നത് കുറ്റകരമല്ല എന്ന് സർക്കാർ പറഞ്ഞേക്കാം, പക്ഷെ അത് തെറ്റല്ല, അധാർമികമല്ല എന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം, സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വേർതിരിവ് അവർ തിരിച്ചറിയുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരു സമൂഹത്തിൻ്റെ ധാർമ്മികതയുടെ നെല്ലിപ്പലകളാണ്. ഒരു ക്രിമിനൽ ലോസ് എന്താണ് സംരക്ഷിക്കുന്നത് എന്ന ഗൗരവമായ പ്രശ്നമുണ്ട്. ക്രിമിനൽ കുറ്റകര നിയമങ്ങളുടെ എല്ലാം ലക്ഷ്യം ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും മിനിമമായ ധാർമ്മിക കാര്യങ്ങൾ രക്ഷപ്പെടുത്തുക, അതായത് അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ നെല്ലിപ്പലകൾ തകർന്നാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ധാർമ്മിക അടിസ്ഥാനങ്ങൾ തകരും എന്നുള്ള ഗൗരവമായ പ്രതിസന്ധി നമ്മൾ നേരിടുകയാണ്. ഇതാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. അത് വ്യക്തമായി ഭരണരംഗത്തുള്ള ഒരു നിയമം നിർമ്മാക്കളൊക്കെ ഗൗരവമായി മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടതാണ്. നമ്മുടെ ആർഷഭാരതത്തിൻ്റെ ഒരു സംസ്കാരവും മൂല്യത്തിൻ്റെ അടിത്തറകളുമുണ്ട്. അത് ഇളകുന്ന ഒരു സാഹചര്യം സർക്കാർ ഉണ്ടാക്കണമോ എന്ന് ചിന്തിക്കണം. രഞ്ജൻ റോയ് മാത്യു, അങ്ങനെ ആർഷഭാരത സംസ്കാരത്തിന്റെ ആണിക്കൽ ഇളകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ധാർമ്മികതയുടെ ആ നെല്ലിപ്പല തകരുന്നുണ്ടോ? ഇതിനൊരു ശാസ്ത്രീയമായ വശം എന്താണ്? സാമൂഹിക പ്രസ്പെക്റ്റീവിൽ നിന്ന് മാറി ചിന്തിച്ചാൽ ഇത് പ്രധാനമായിട്ട് നമ്മൾ ഈ ഹോമോസെക്ഷുവാലിറ്റിയെ കാണേണ്ടത് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു വീക്ഷണകോണിൽ നിന്നായിരിക്കണം. അത് 1973 അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഈ സ്വവർഗരതി അത് ഒരു മെന്റൽ ഡിസോർഡേഴ്സിന്റെ പട്ടികയിൽ വരുന്നതല്ല എന്നുള്ള ഒരു വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തു. 81 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വരുമ്പോൾ കാര്യങ്ങൾ മാറി. കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതല്ല, ഇത് നമ്മൾ എന്താണ് നോർമൽ എന്താണ് അബ്നോർമൽ എന്നുള്ളത് എന്നും ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ഒരു നീക്കത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറെ തരത്തിലാണ്. ഒന്ന്, സ്വവർഗരതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, സ്വവർഗരതിക്കാരായിട്ട് ഹോമോസെക്ഷുവാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ, അത് ഒരുപക്ഷെ ഒരു ബയോളജിക്കൽ മേക്കപ്പിന്റെ ഭാഗമായിട്ടായിരിക്കാം അവർ ഇത്തരം പെരുമാറ്റങ്ങളിലേക്ക് വന്നു ചേരുന്നത്. ഇത്തരത്തിലുള്ള ഒരു ജീവിത ശൈലി അവർ രൂപപ്പെടുത്തുന്ന അവരുടെ ബയോളജിക്കൽ മേക്കപ്പിന്റെ ഭാഗത്തു നിന്നാവും. അപ്പം അങ്ങനെ നോക്കുന്ന അങ്ങനെ അവരുടെ ഒരു എണ്ണം നമ്മൾ കണക്കാക്കുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടവരെ ഇവരൊരു മൈനോറിറ്റിയാണ്. ഈ ഒരു മൈനോറിറ്റിക്കെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻസ് ധാരാളമായിട്ട് ഇന്ന് സമൂഹം വിറ്റ്നസ് ചെയ്യുന്നുണ്ട്, സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അവർക്ക് എംപ്ലോയ്മെൻറ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകും, ഹൗസിംഗ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് നമ്മൾ കുറച്ചും കൂടെ ഗൗരവമായി എടുക്കേണ്ടത് മതസംഘടനകളൊക്കെയും ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഹെയ്റ്റ് ക്രൈം അത് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ ധാരാളമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഹെയ്റ്റ് ക്രൈം. ഇത് ഹോമോസെക്ഷുവാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കെതിരെ ഉണ്ടാകാവുന്ന കുറ്റകൃത്യങ്ങൾ. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ഗവൺമെന്റ് എന്ത് നിലപാടെടുക്കുന്നു, ഇവരുടെ ഒരു സംരക്ഷണ ചുമതലയും ഗവൺമെന്റിനുണ്ട്. ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി എന്ന പുസ്തകത്തിൽ മൈക്കൽ ഫൂക്കോൾട്ട് വളരെ വ്യക്തമായി എഴുതുന്നുണ്ട്, ഹോമോസെക്ഷൽ അല്ല, ഇത്തരം ഡീവിയേഷന് വളരെ ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട്. അത്രമാത്രം ചരിത്രപരമായ ഒരു പശ്ചാത്തലമുള്ള സംഭവം അത്ര ഒരു കുറ്റകൃത്യമാകുമോ? രഞ്ജൻ റോയ് മാത്യു, ഇത് ഒരു കുറ്റകൃത്യമായിട്ട് ഇതിനെ മനസ്സിലാക്കുവാനായിട്ട് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് സാധിക്കും. പിന്നെ എന്തുകൊണ്ട് IPC നിയമം
നിയമങ്ങൾ ഓരോ രാജ്യത്തും വ്യത്യസ്തമായിട്ടുണ്ടാവുന്നുണ്ട്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം മുസ്ലിം ഫണ്ടമെന്റൽ രാജ്യങ്ങൾ, ഇറാൻ പോലെയോ അല്ലെങ്കിൽ നൈജീരിയ പോലെയുള്ള രാജ്യങ്ങളിൽ ഒരുപക്ഷെ ഹോമോസെക്ഷുവാലിറ്റി എന്താ പറയുന്നത് ഈ വളരെ ഒരു ഗൗരവമായിട്ടുള്ള ഒരു കുറ്റകൃത്യമായിട്ടുണ്ട്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും ഇന്ന് അതിനെ നോർമാലിറ്റിയുടെ ഭാഗമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. ഫാദർ പോൾ തലക്കാട്, സ്വാഭാവികമായും ഫണ്ടമെന്റൽ ആയിട്ടുള്ള രാജ്യങ്ങളിൽ മാത്രമാണ് ഇതിനെ കുറ്റകൃത്യമായി ഇതുവരെ ഉള്ള നിയമങ്ങൾ. അമേരിക്കയിലെ, സൗത്ത് അമേരിക്കയിലെ വളരെ ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമാണ് ഇനിയും ഇതിനെ നിയമവിധേയമാക്കാത്തതുള്ളത്. എങ്ങനെ പ്രതികരിക്കാം? മൈക്കിൾ ഫുക്കോന്റെ പുസ്തകത്തിൽ പറയുന്നു ഇതിന് വളരെ വ്യക്തമായിട്ടുള്ള ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. അത്തരൊരു കുറ്റകൃത്യമാകുന്നുണ്ടോ ഇത്? ശാസ്ത്രീയമായി നമ്മളത് കുറ്റകൃത്യമാകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിന് മുമ്പ് ശാസ്ത്രീയമായി തന്നെ ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ലെസ്ബിയനിസത്തിന് 2 വിഭാഗത്തിൽ വരുന്നവരാണ്. ഒന്നാമത്തെ വിഭാഗം ആർജിതമായിട്ടുണ്ടാകുന്നവരാണ്. അതായത് സാമൂഹ്യ പരിതസ്ഥിതി, കൂട്ടുകെട്ടുകൾ, ചില ബന്ധങ്ങൾ, മറ്റവരുമായിട്ടുള്ള ചില കൂടിയുള്ള ബന്ധം, ഇതിൽ നിന്ന് അവർ ഹെട്രോസെക്ഷൽ ആയിരിക്കും. അവരിങ്ങനെ ആർജിതമായിട്ട് ഹോമോസെക്ഷൽ ആകാം. അങ്ങനെയുള്ള ആളുകളെ ശാസ്ത്രീയമായിട്ട് ഇവരെ അവരുടെ സ്വാഭാവികമായ സ്ത്രീ പുരുഷ ബന്ധത്തിലേക്ക്, അവരുടെ സ്വാഭാവിക പ്രകൃതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് സമൂഹം ശ്രമിക്കേണ്ടത്. ഇത് 1975 ഡിക്ലറേഷൻ ഓഫ് ക്വസ്റ്റ്യൻ കൺസേണിംഗ് സെക്ഷൽ എത്തിക്സ് എന്നുള്ള അതിന്റെ 8ാമത്തെ അധ്യായമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് പറയുന്നത് ഹോമോസെക്ഷൽസ് ഹു ആർ ഡെഫിനിറ്റീവ്ലി സച്ച് ബിക്കോസ് ഓഫ് സം കൈൻഡ് ഓഫ് ഇന്നേറ്റ് ഇൻസ്റ്റിങ്ക്ട് ഓർ എ പത്തോളജിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ജഡ്ജ് ടു ബി ഇൻക്യൂറബിൾ. അതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം. ഇൻക്യൂറബിൾ എന്ന് പറയുന്നത് അപ്പോൾ അത് കുറ്റകൃത്യമാകുന്നുണ്ടോ? രണ്ടാമത്തേതിനെ കുറിച്ചാണ്. രണ്ടാമത്തേത് ഒരു പത്തോളജിക്കൽ കണ്ടീഷൻ. അവർക്ക് ജനിതകമായിട്ട് തന്നെ അവർക്ക് ആ ഓറിയന്റേഷൻ, ആ വാസനയുണ്ട്. ആ വാസനയുള്ളവരോട്, 2 വിഭാഗത്തിൽപ്പെട്ടവരോടും അവരെയൊക്കെ വെറുക്കുക, അവർക്കെതിരായിട്ട് അക്രമം നടത്തുക, അവരെ പഴിക്കുക, ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവർ മനുഷ്യരാണ്, മനുഷ്യരെ പോലെ അവർ മാനിക്കണം, അവരോട് ബഹുമാനം കാണിക്കണം, അവരോട് ആദരവും കരുണയും കാണിക്കണം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഈ ഹോമോസെക്ഷുവാലിറ്റിക്ക് റൈറ്റ് ഉണ്ട്, അവകാശമുണ്ടെന്ന് പറയാനാവില്ല. കാരണം നമുക്കറിയാം ഇങ്ങനെയുള്ള ആളുകളെ ഹെട്രോസെക്ഷൽ റിലേഷൻസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. പക്ഷേ കുറേ ആളുകളെ ഇത് ജനിതകമാകുമ്പോൾ അല്ലെങ്കിൽ പത്തോളജിക്കൽ ആകുമ്പോൾ അതിന് സാധ്യമല്ലാത്ത സാഹചര്യമുണ്ട്. അവരോടും നമുക്ക് കരുണാർദ്രമായ നിലപാടാണ് സമൂഹം സ്വീകരിക്കേണ്ടത്. പക്ഷേ അവർ ലൈംഗിക ചോദനയെ നിരാകരിക്കുമ്പോൾ അവരുടെ ഫണ്ടമെന്റൽ സിവിൽ റൈറ്റിനെ നിരാകരിക്കുകയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹെട്രോസെക്ഷലും ഹോമോസെക്ഷലും ആയിട്ടുള്ളവർക്കെല്ലാം എല്ലാ ലൈംഗിക സ്വാതന്ത്ര്യവും ഉണ്ടെന്ന് പറയാൻ പാടില്ല. ഹെട്രോസെക്ഷൽ ആയിട്ടുള്ളവർക്കും കല്യാണം കഴിക്കാൻ പറ്റാത്തവരുണ്ടല്ലോ. നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ ഭ്രാന്തുള്ളവർക്ക്, അങ്ങനെ അല്ലെങ്കിൽ HIV അങ്ങനെയുള്ളവർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരുടെ അവകാശം നിഷേധിച്ചു എന്ന് പറയാൻ പറ്റില്ല. അവകാശങ്ങൾ അങ്ങനെയല്ല. ഉദാഹരണത്തിന് ചിലർക്ക് കുറ്റവാസനകളുള്ളവരുണ്ട്, സീരിയൽ കൊലപാതകങ്ങളുണ്ട്. അവർക്ക് കുറ്റം ചെയ്യാൻ കൊലപാതകത്തിന്റെ വാസനയുണ്ടെന്ന് പറഞ്ഞ് അവർ മൈനോറിറ്റിയാണെന്ന് പറഞ്ഞ റൈറ്റ് കൊടുക്കാൻ പറ്റില്ല. അവിടെ സമൂഹത്തിന്റെ ധാർമ്മികമായ സംരക്ഷണം ആവശ്യമാണ്. ഇവരിങ്ങനെയുള്ള ഒരു എക്സെപ്ഷണൽ അപവാദപരമായ ജീവിത ശൈലി ഓറിയന്റേഷൻസ് ഉള്ളവരോട് നമ്മൾ ക്രിമിനലായിട്ട് പെരുമാറരുത്. പക്ഷെ അവരുടെ അനുകമ്പ കാണിക്കണം. അതുകൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള അവകാശങ്ങളുണ്ട്. അതായത് കല്യാണം കഴിച്ചാലും വ്യഭിചാരം ചെയ്യാൻ പാടില്ലല്ലോ. അതുപോലുള്ള നിബന്ധനകൾ, നിയന്ത്രണങ്ങൾ അവർ തങ്ങളോട് തന്നെ എടുത്തുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതിൽ തന്നെ പറയുന്നു, ഇൻ സോ ഫാർ സച്ച് ഹോമോസെക്ഷൽ ഫീൽ ഇൻകേപ്പബിൾ ഓഫ് എൻഡ്യൂറിംഗ് എ സോളിറ്ററി ലൈഫ്. യെസ്, ഇത് നമുക്കിപ്പോൾ കല്യാണം കഴിച്ചവർ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ളവർക്കും സോളിറ്ററി ലൈഫ് സ്വീകരിക്കുന്നവരുണ്ട്. അതായത് ഒരു സ്ത്രീയോട് താല്പര്യമുള്ള പുരുഷന്മാർക്കും അവർ സ്ത്രീ പുരുഷ ബന്ധമില്ലാതെ ജീവിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഹെട്രോസെക്ഷൽ ഹോമോസെക്ഷൽ എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഒരുപോലുള്ള മനുഷ്യരായി കാണണം. അവർക്ക് ചില ഓറിയന്റേഷൻസ് അങ്ങനെ ഉണ്ടാകാം, ഇവർക്ക് ഇങ്ങനെ ഉണ്ടാകാം. അതിനുള്ള നൈയാമികവും ധാർമ്മികവുമായ മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്. അതായത് ഹെട്രോസെക്ഷൽ ആയതുകൊണ്ട് ഏത് സെക്ഷൽ ബന്ധങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ടെന്ന് ആരും, അവകാശമുണ്ടെന്ന് ആരും പറയില്ല. അല്ലെങ്കിൽ HIV ഉള്ളവരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവർക്കും കല്യാണം കഴിക്കണമെന്ന് അവർ ന്യൂനപക്ഷമായിരിക്കും. അവർക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കല്യാണത്തിന് ഇത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പ്രശ്നം ചില രാജ്യങ്ങളിലൊക്കെ ഈ ഹോമോസെക്ഷൽസും അല്ലെങ്കിൽ ലെസ്ബിയൻസിനും കല്യാണം. ഇവിടെ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടത് കല്യാണം എന്ന് പറയുന്നത് എന്താണ്? അതൊരു സമൂഹത്തിൻ്റെ അടിസ്ഥാന ശിലയാണ്. ആ വിവാഹത്തിൻ്റെയും കുടുംബജീവിതത്തെയും തകർക്കുന്ന തലങ്ങളിലേക്ക് നമ്മുടെ നിയമസംഹിത വന്ന് വീഴരുത്. അത് നമ്മുടെ സമൂഹത്തെ താറുമാറാക്കും എന്നുള്ള പ്രതിസന്ധിയാണ് നമ്മൾ നേരിടേണ്ടത്. ഒരു ചെറിയ ഇടവേള അനിവാര്യമാകുന്നു. പെട്ടെന്ന് തിരികെ വരാം.
ജീവിതത്തിലെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും അവതരിപ്പിക്കുന്ന വാർത്താ അധിഷ്ഠിത പരിപാടി ഗൾഫ് ന്യൂസ്. ഗൾഫിലെ അപൂർവ കാഴ്ചകളും വാർത്തകളും വിശേഷങ്ങളും ചേർത്തൊരുക്കുന്ന ജീവന്റെ ദൃശ്യവിരുന്ന് ഗൾഫ് ന്യൂസ്. മണലാരണ്യത്തിലെ നെടുവീർപ്പും മലയാളിയുടെ മോഹങ്ങളും എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചതിരിഞ്ഞ് 3:30 ജീവൻ ചെയ്യും. ഗൾഫ് ന്യൂസ് വീക്ക് വെള്ളിയാഴ്ച 3:30. UAE Exchange Gulf News Week Brought to you by UAE Exchange, world's trusted money transferer. ചർച്ചയിലേക്ക് വരാം. ശ്രീ രഞ്ജൻ റോയ് മാത്യു, ഇത് രാഷ്ട്രഭാരത സംസ്കാരത്തിന് എതിരാണെന്ന് പറയുമ്പോൾ നമ്മൾ ഖജുരാഹോയിലെ ആ ശില്പങ്ങൾ കണ്ടില്ലെന്ന് അടിക്കേണ്ടി വരുന്നു, പുരാണങ്ങളിലെ നിരവധി ഉദാഹരണങ്ങൾ കണ്ടില്ലെന്ന് അടിക്കേണ്ടി വരുന്നു, വാത്സ്യായന്റെ കാമസൂത്രം കണ്ടില്ലെന്ന് അടിക്കേണ്ടി വരുന്നു. ഇത് രാഷ്ട്രഭാരത സംസ്കാരത്തിന് അത്ര ഘടകവിരുദ്ധമാണെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഇതിനെ ഞാൻ ശാസ്ത്രീയമായിട്ട് കാണണമെന്ന് പറയുമ്പോഴത്തേക്കിനും ഇത് ഒന്ന് സമൂഹം ഉണ്ടാക്കിയെടുത്ത ഹോമോസെക്ഷൽസ് അല്ലെങ്കിൽ ജനിതകമായ പ്രീഡിസ്പോസിഷൻ ഉള്ള ഹോമോസെക്ഷൽസ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഏതൊരു വ്യക്തിക്കും ഒരു പെരുമാറ്റം സ്വായത്തമാവുന്നത് ഒരു ബയോസൈക്കോസോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ്. അതിൻ്റെ അകത്ത് ജനിതകമായിട്ടുള്ള ഘടകങ്ങളുണ്ടാവാം, സൈക്കോളജിക്കലായിട്ടുള്ള ഘടകങ്ങളുണ്ടാവാം, സാമൂഹ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ഫാക്ടേഴ്സിൻ്റെ ഘടനകളുടെയും പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഒരു ഫലമാണ് ഒരു വ്യക്തിയിലുണ്ടാകുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അപ്പം ഇത് ആർഷഭാരത സംസ്കാരവുമായിട്ട് ഇതിനെ നോക്കുമ്പോഴത്തേക്കിനും ആർഷഭാരത സംസ്കാരത്തിൻ്റെ അകത്ത് ശാസ്ത്രീയതയുടെ ധാരാളം മാനങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ വേണം അന്ന് ഉണ്ടായിരുന്ന നമ്മളുടെ ഇൻസൈറ്റ്സ്, അന്നത്തെ ആചാര്യന്മാരുടെ ഇൻസൈറ്റ്സ് ഇന്ന് നമ്മൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വേണം ഇതിനെ മനസ്സിലാക്കുവാനായിട്ട്. രണ്ട്, കുടുംബം എന്ന് പറയുന്ന ഒരാശയത്തെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട്, കുടുംബത്തിൻ്റെ ശിഥിലീകരണത്തിലേക്ക് ഇത് വഴിതെളിക്കുമോ എന്നുള്ളതാണ് നമ്മളുടെ ഒരു ആശങ്ക. കുടുംബം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് പ്രൊക്രിയേഷൻ അല്ല, പ്രത്യുൽപാദനം മാത്രമല്ല. അവിടെ സ്നേഹവും പങ്കുവയ്ക്കലും ഫെലോഷിപ്പും ഒരു കൂട്ടായ്മയുടെയും ഒക്കെ ഒരു സമ്മേളനമാണ് കുടുംബം എന്ന് പറയുന്ന ആശയം. എന്നാൽ ഇന്നുള്ള എത്ര ഹെട്രോസെക്ഷൽ കുടുംബങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്നേഹവും പങ്കുവയ്ക്കലും ഫെലോഷിപ്പും ഒക്കെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. പലയിടത്തും അത് പ്രൊക്രിയേഷനിലേക്ക് മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണ്. അതേസമയം ഈ വിദേശ രാജ്യങ്ങളിലുള്ള നമ്മൾ പുസ്തകങ്ങളിലൂടെയും മറ്റ് നമ്മുടെ പഠനങ്ങളിലൂടെയും ഒക്കെ കാണുന്നത് ഈ ഹോമോസെക്ഷൽ ആയിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന ആളുകളിൽ ഈ പറയുന്ന എല്ലാ സംഗതികളും ഉണ്ട്. പരസ്പരം പങ്കുവെക്കലിൻ്റെ ഉണ്ട്, പരസ്പരം സ്നേഹമുണ്ട്, അവിടെ പരസ്പര കൂട്ടായ്മയുണ്ട്, അവിടെ സ്നേഹവും സന്തോഷവും ഒക്കെ പങ്കുവയ്ക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പം ആ ഒരു മാനത്തിൽ അത് ഹോമോസെക്ഷൽ ആണോ ഹെട്രോസെക്ഷൽ ആണോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് കുടുംബത്തിൻ്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഈ ഹോമോസെക്ഷുവാലിറ്റിയെ കണ്ണടച്ചെതിർക്കുമ്പോഴത്തേക്കിനും നമുക്കത് അത് കണ്ണടച്ചെതിർക്കുവാനായിട്ട് സാധിക്കാതെ വരുന്നതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം. ഒരുപക്ഷെ നമുക്ക് ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഒരു ആര്യൻ ഇൻവേഷൻ മുതൽ ഇങ്ങോട്ടാണ് ഹോമോസെക്സ് അല്ലെങ്കിൽ ഇത്തരം സെക്ഷൽ ഡീവിയേഷനുകൾ ഒരു കുറ്റകൃത്യമായി പരിഗണിക്കപ്പെട്ടു തുടങ്ങിയത്. അതിനു മുമ്പ് അല്ലെങ്കിൽ ഖജുരാഹോയിൽ അത്തരം ശില്പങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. നമ്മുടെ പുരാണങ്ങളിലെ നിരവധി ഉദാഹരണങ്ങളാണ്, അത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. ഇപ്പോൾ വരുമ്പോൾ ഒരുപക്ഷെ IPC എഴുതപ്പെടുന്ന ഫോർമാറ്റ് എഴുതുന്ന വിക്ടോറിയൻ കാലഘട്ടത്തിന്റെ ചായ ഉണ്ടാകാം. കാലം മാറുന്നില്ലേ ഫാദർ പോൾ തേലക്കാട്? കാലം മാറുന്നുണ്ട്, പക്ഷേ കാലം മാറുന്നതിന് എല്ലാം മാറും എന്ന് അർത്ഥമാക്കുന്നില്ല. നമ്മുടെ IPC ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്ന വിക്ടോറിയൻ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആളുകൾക്ക് യാതൊരു ബോധം ഉണ്ടായില്ല എന്നുള്ളതല്ല. നമ്മുടെ സംസ്കാരം ലൈംഗികതയെ ഉൾക്കൊള്ളുന്നൊരു സംസ്കാരം. ലൈംഗികത എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യം അതിലുണ്ട്. അതിനകത്തൊരു നമ്മുടെ ജനങ്ങളെ നമ്മുടെ ഒരു ജൈവമായ സർഗാത്മകമായ ഒരു കുട്ടികൾക്ക് ജന്മം നൽകുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. അത് മാത്രമല്ല അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ സ്നേഹത്തിൻ്റെ ഊർജവുമാണത്. ഇത് രണ്ടും സംയോജിപ്പിച്ചിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ അതുമായി ഈ ബന്ധമില്ലാത്ത നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്ന് സൈക്കോളജിയോ ഒക്കെ വായിച്ചാൽ എന്നേക്കാൾ കൂടുതൽ ഡോക്ടർക്ക് അത് പറയാൻ കഴിയേണ്ടത് ഹോമോസെക്ഷൽസ് ഒരു സെക്ഷൽ ബന്ധമാണോ ഉൾപ്പെടുന്നത്, അതോ സെക്ഷുവാലിറ്റിക്ക് ചില പകരങ്ങൾ കണ്ടെത്തി മാസ്റ്റേറ്റിംഗ് ടെൻഡൻസിയിലേക്കാണോ എത്തിച്ചേരുന്നത് എന്ന ഗൗരവമായ പ്രശ്നം ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇവിടെ എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത്, അങ്ങനെ ഒരു സാമൂഹ്യ പശ്ചാത്തലം, ഹോമോസെക്ഷുവാലിറ്റി വളരെ പ്രകടമായും എല്ലായിടത്തും പ്രയോഗ തരത്തിൽ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം
കൂടുതൽ ആളുകളെ അതിലേക്ക് വലിച്ചെടുപ്പിക്കാനും നമ്മുടെ സമൂഹത്തിൻ്റെ സ്വാഭാവികമായ ലൈംഗിക ജീവിതത്തിൻ്റെ സ്വാഭാവികമായ വേരുകൾ ഇല്ലാതെയായി കുടുംബ ജീവിതത്തെ അത് ശിഥിലമാക്കാനും കാരണമാകുമെന്നുള്ള അപകടമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഫാദർ, ഡോക്ടർ രഞ്ജൻ പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു, ഹോമോസെക്ഷൽ ആണോ ഹെട്രോസെക്ഷൽ ആണോ എന്നതിലുപരി ആ കുടുംബ ബന്ധത്തിൽ ഒരു കെയറിംഗ് ഉണ്ടാകുന്നോ അല്ലെങ്കിൽ ഒരു ഫെലോഷിപ്പ് ഉണ്ടാകുന്നു എന്നുള്ള കാര്യമാണ് നാം നോക്കേണ്ടത് പറഞ്ഞു മറ്റ് അനവധി വെസ്റ്റേൺ രാജ്യങ്ങളിലെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇവിടെ കെയറിംഗ് എന്ന് പറഞ്ഞാൽ, കുടുംബം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയും പുരുഷനും കുഞ്ഞുങ്ങളുമുള്ള ആണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത്. ഇവിടെ ഹോമോസെക്ഷൽസും ലെസ്ബിയൻസും കൂടിയാൽ ഇത് ഉണ്ടാകുന്ന എവിടെയാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. രണ്ടുപേര് കൂട്ടുകൂടാം, ആ കൂട്ടുകൂടുന്നതിനെ അല്ല കുടുംബം എന്ന് പറയുന്നത്. കുടുംബത്തിനകത്ത് ലൈംഗികമുണ്ട്, ലൈംഗിക മാനമുണ്ട്, അതിൽ കുട്ടികളുമുണ്ട്. കുട്ടികളില്ലാത്തത് ഒരു കുടുംബത്തെ എനിക്ക് കുടുംബം എന്ന് പറയാൻ അത് കൂട്ടുകൂടലാകാം. അങ്ങനെയുള്ള കൂട്ടിൻ്റെ ഒരു മാനമാണ് ലൈംഗികത എന്ന് എനിക്ക് കാണാൻ കഴിയില്ല. സഭയും അങ്ങനെ, ക്രൈസ്തവ സഭയും അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്. സെഞ്ചർ റോയ് മാത്യു അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ലൈംഗികമാനം ഇല്ലാത്ത, ലൈംഗികമാനമുള്ളത് മാത്രമല്ല കുടുംബം, കുട്ടികളുള്ളതാണ് കുടുംബം. ഒന്ന് അച്ഛൻ ആദ്യം പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഒന്ന്, ഈ ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ചുള്ള 2 സ്റ്റീരിയോടിപ്പുകളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്റ്റീരിയോടിപ്പ് ഒന്ന്, ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അത് സെക്ഷുവാലിറ്റി ആയിട്ട് മാത്രം ബന്ധപ്പെട്ട, ലൈംഗികതയുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതാണെന്നുള്ളത് ഒരു സ്റ്റീരിയോടിപ്പിയാണ്. ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഒരു സ്റ്റീരിയോടിപ്പിയാണ്. രണ്ടാമത്തെ തെറ്റിദ്ധാരണ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് അത് ഈ ലൈംഗിക അരാജകത്വത്തിലേക്കും അത് കുട്ടികളെ പീഡിപ്പിക്കുന്നതിലും ഒക്കെയുള്ള ആ ഒരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് രണ്ടാമത്തെ ഒരു സ്റ്റീരിയോടിപ്പ്. അപ്പോൾ ഈ ഒരു സ്റ്റീരിയോടിപ്പിയുടെ വെളിച്ചത്തിൽ നിന്നല്ല നമ്മൾ ഇതിനെ കാണേണ്ടത്. 2, നമ്മൾ കുട്ടികളും കൂടെ ചേരുന്നതാണ് കുടുംബം. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം ഈ പല പഠനങ്ങളിലൂടെ കണ്ടെത്തിയത്, വളരെ ഗൗരവമായിട്ടുള്ള പല പഠനങ്ങളിലും കണ്ടെത്തിയിരിക്കുന്നത് 1500-ൽ പരം സ്പീഷീസുകളിൽ ഹോമോസെക്ഷൽ പെരുമാറ്റങ്ങൾ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം അത് ഒരു കോർട്ട്ഷിപ്പ് ആവാം, ഒരു ബോണ്ടിങ് ആവാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പോലും ഈ ഹോമോസെക്ഷുവാലിറ്റി ഈ പല സ്പീഷീസിലും, പ്രൈമേറ്റ്സ് തൊട്ട് ഗഡ് വോം വരെയുള്ള പല സ്പീഷീസിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ചിലയിടത്ത് പേരൻറ്റിങ് ഉണ്ട്. ആ പേരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുട്ടികളെ അപ്പം നോക്കുന്നില്ലെങ്കിൽ പകരം വരുന്ന ഒരു ഹോമോസെക്ഷൽ പാർട്ട്ണർ ആയിരിക്കും അത് നോക്കുന്നത്. അപ്പം അത് ഈ മൃഗങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ, ജന്തുക്കളുടെ കാര്യത്തിലാണെങ്കിൽ ഇത് കാണുന്നുണ്ട്. അതേസമയം വെസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹോമോസെക്ഷൽ ആയിട്ടുള്ള പല കപ്പിൾസും അവർ കുട്ടികളെ നോക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം അവിടെ കുട്ടികളുണ്ട്, കുട്ടികൾക്ക് സ്നേഹം കൊടുക്കുന്നുണ്ട്. അതുപോലെ കേരളത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, നമ്മൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുകയാണ്. ഗൗരവമായിട്ട് കാണുന്നത് ഇത് ക്ലിനിക്കൽ കേസുകളായിട്ട് നമ്മുടെ മുന്നിൽ വരുന്ന പല സംഭവങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഈ ഹോമോസെക്ഷുവൽ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ, നമ്മൾ ഈ 2 പെൺകുട്ടികൾ ഒന്ന് ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകൾ നമുക്ക് വളരെ സ്വാഭാവികമായിട്ട് നമ്മൾ തള്ളുന്ന 2 യുവാക്കൾ ഒന്ന് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന വാർത്തയെ നമ്മൾ അതേ ഗൗരവത്തോടു കൂടെ നമ്മൾ തള്ളിക്കളയുന്നതാണ്. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യങ്ങളെ നമ്മളൊന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പം ഇതുപോലെ ആത്മഹത്യാ ശ്രമം നടത്തി ആശുപത്രിയിലാവുന്ന ആളുകളെ നമ്മൾക്കറിയാം. അപ്പം ഇത് ഹോമോസെക്ഷൽ പാർട്ട്ണർ, തൻ്റെ ഈ ഒരു ആൺകുട്ടിയാണ്, അവൻ്റെ പാർട്ട്ണറുടെ കല്യാണമാണ്, അതിൻ്റെ പേരിൽ അവൻ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. അവിടെ അവർ തമ്മിലുള്ള ലൈംഗിക ബന്ധം ഉണ്ടായതായിട്ട് അവൻ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. അതേസമയം വളരെ ആഴത്തിലുള്ള ഒരു സ്നേഹബന്ധമാണ് അവൻ പറയുന്നത്. അപ്പം ആ സ്നേഹബന്ധം നമുക്ക് മനസ്സിലാവുന്നില്ല, നമ്മളുടെ ലോജിക്കൽ മനസ്സിലാവുന്നില്ല. നമ്മളുടെ ഇത്രയും നാളും വെച്ചിരിക്കുന്ന സദാചാര ബോധങ്ങളുടെയോ നമ്മളുടെ വിശകലനം ചെയ്യുന്ന ടൂൾസിൻ്റെയോ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാവും. ചർച്ചയിലേക്ക് തിരികെ വരാം. ഫാദർ പോൾ തലക്കാട്, ഇനി എന്താണ് ഒരു വഴിയുള്ളത്? കാര്യം കുറച്ചധികം ആളുകൾ ഇത്തരം വിഭാഗത്തിൽപ്പെടുന്ന, ഈ സെക്ഷൽ ഡീവിയേഷൻ നമ്മൾ പറയുന്ന ഇത്തരം വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുണ്ട്. അതിൽ കുറച്ചു പേരെങ്കിലും ഇൻക്യൂറബിൾ ആണെന്ന് സഭ തന്നെ പറയുന്നു. എന്താണ് മുന്നിലുള്ള വഴി? എന്താണ് സമൂഹത്തിന് മുന്നിലുള്ള വഴി? എന്താണ്? നമ്മൾ പണ്ട് ബെർണാഡ് ഷോ ഒക്കെ പറയുമായിരുന്നു, ദാരിദ്ര്യം കൊണ്ടാണ് നമുക്ക് വ്യഭിചാരമാകുന്നത്, സ്ത്രീകൾ വേശ്യകളാകുന്നത്. അത് എത്രയോ മണ്ടത്തരമാണ്, നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം. ദാരിദ്ര്യമൊന്നുമല്ല, അതുകൊണ്ട് അവർക്ക് വേശ്യാവൃത്തിക്ക് അവകാശമുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അതിനോട് ഞാൻ പറഞ്ഞു വരുന്നത് തുലനപ്പെടുത്താൻ പറ്റുമോ? ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഈ മൃഗങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള വാസന, ആ മൃഗീയതയിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതില്ല. മറിച്ച് മനുഷ്യൻ്റെ ലൈംഗികതയുടെ അർത്ഥവും മാനവും അതിൻ്റെ പ്രജനന സ്വഭാവവും നിഷേധിച്ചുകൊണ്ട്, പ്രജനനം മുഴുവൻ ഈ അൽഡസ് ഹക്സ്ലി പറഞ്ഞ ന്യൂ വേൾഡ് എന്ന നോവലുണ്ട്, അതിൽ പോലെ ഏതെങ്കിലും ലബോറട്ടറിയിൽ നടത്തുന്ന ഒരു കർമ്മം മാത്രമായിട്ട് പ്രജനനത്തെ മാറ്റുകയും പ്രേമം മുഴുവൻ ഇതിന് പുറത്താകുകയും ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ സ്പ്ലിറ്റ് ലൈംഗികതയെ സൃഷ്ടിക്കുമ്പോൾ, അതായത്
പ്രേമം സ്നേഹം വേറെ, പ്രജനനം വേറെ. ഇത് എല്ലാം പരിപൂർണമായി വേർതിരിച്ചാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവി എന്താകുമെന്നുള്ള ഗൗരവമായ ആശങ്കയാണ് എനിക്കുള്ളത്, സഭയ്ക്കുള്ളത്. ഈ ആശങ്ക നമ്മുടെ ധാർമ്മികത അടിസ്ഥാനം തകർക്കും എന്ന ഭയവും എനിക്ക് പറയാനുണ്ട്. തീർച്ചയായും നമുക്ക് നമ്മുടെ ആശങ്ക മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ ഈ മൈനോറിറ്റി അവരുടെ നിസ്സഹായതകൾ പറയുമ്പോൾ നമ്മൾ കൈയും കെട്ടി നോക്കി നിൽക്കാനല്ല നമുക്ക് കഴിയുന്നുള്ളൂ. ഈ മൈനോറിറ്റികളെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഉള്ളതാണ്. അവരെയൊക്കെ നമ്മൾ കുറച്ചുകൂടി അനുകമ്പയോടെ, കുറച്ചുകൂടി അവരെ സഹായിക്കാനുള്ള സന്മനസ്ഥതയോടെ, കുറച്ചുകൂടി ഒരു 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 അബ്നോർമാലിറ്റിയാണത്. അതൊരു വൈകല്യമായി നമ്മൾ അൺടച്ചബിളായി കാണുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ വൈകല്യമുള്ള, മാനസികമായിട്ടും ശാരീരികമായും ഫിസിക്കൽ രോഗത്തിന്റെ പേരിലും മാനസിക വൈകല്യമുള്ളവരുണ്ട്. ഈ വൈകല്യമുള്ളവരെ വെറുക്കാൻ പാടില്ല. അവരെയും നമ്മൾ പരിഗണിക്കണം. നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അവരെ സഹായിക്കാനും അനുകമ്പയോടുകൂടിയുള്ള ഒരു പെരുമാറ്റവും ഒരു സമീപനവും നമുക്കുണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് ഇതെല്ലാം ധാർമ്മികമാണ്, നിയമപരമാണ് എന്ന്